സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ ചേരുന്നുണ്ട്. ശ്രീ ചാർലി പോൾ, നമസ്കാരം. 120 കിലോ കഞ്ചാവാണ് തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. 3.5 ടണ്ണോളം നിരോധിത പുകയില ഉൽപ്പന്നം വയനാട് മുത്തങ്ങയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതായത് അത്രയ്ക്ക് വലിയൊരു കടത്ത്, ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഇതിലേറെ ഈ കേരളത്തിലേക്ക് ഒഴുകുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഈ രാസലഹരികൾ അല്ലെങ്കിൽ ഇത്തരം പദാർത്ഥങ്ങൾ വിൽക്കുന്നവർ മരണത്തിന്റെ വ്യാപാരികളാണെന്ന് പറയേണ്ടി വരും. അവരുടെ യാതൊരു ദാക്ഷിണ്യവും നമ്മൾ കാണിക്കേണ്ടതില്ല. കാരണം ഇവിടുത്തെ യുവതലമുറയെ പാഴ്ജന്മങ്ങളാക്കി മാറ്റാൻ ബോധപൂർവം ശ്രമിക്കുന്നവരാണ്. അവരൊരു മനസാക്ഷിയുമില്ലാത്തവരാണ്. അത്രക്കാരെ മരണത്തിന്റെ വ്യാപാരികളായി കണ്ട് കർശനമായ നിയമ നടപടികളിലൂടെ അതിനെ അകത്തിടേണ്ടിയിരിക്കുന്നു. അവരൊരു കാരണവശാലും പുറത്തിറങ്ങാത്ത വിധമുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തണം. കാരണം ഒരു നന്മയും പ്രദാനം ചെയ്യാത്ത രീതിയിൽ പുതിയ തലമുറയുടെ തലച്ചോറുകൾ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇത്രയും ലഹരി കച്ചവടക്കാർ സ്വീകരിക്കുന്നത്. അവര് മനുഷ്യകുലത്തിന്റെ തന്നെ ദ്രോഹികളായി കാണേണ്ടി വരും. അത് ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് സമൂഹത്തിൽപ്പെട്ടവരുമായിട്ടാണെങ്കിലും അപ്രകാരമുള്ള ഈ വിൽക്കുന്നവരെ അതിനിശ്ചിതമായ രീതിയിലുള്ള സമീപനമാണ് അവരോട് കാണിക്കേണ്ടത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളിലാണെന്ന് പറയും. ഏറ്റവും അധികം അടിപ്പെട്ടു പോകുന്നത് യുവജനങ്ങൾ തന്നെയാണ്. ആ യുവജനങ്ങളെ അവരുടെ തലച്ചോറിനെ ഇത് ബാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഈ തലച്ചോറിനെ ബാധിച്ച രോഗത്തിൽ നിന്ന് അവർക്ക് വിമുക്തി നേടുക അത്ര എളുപ്പമല്ല. ഈ വിമുക്തി ഉണ്ടായാൽ തന്നെയും ഒരിനം വെജ് ലൈഫ്, ഒരു പ്രയോജനമില്ലാത്തൊരു ജീവിതമായിരിക്കും ശിഷ്ടകാലം ഉണ്ടാവുക. കാരണം പഞ്ചാബൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടുത്തെ യുവതലമുറയെ, സ്കൂൾ വിദ്യാർത്ഥികളെ, കോളേജ് വിദ്യാർത്ഥികളെ ഒക്കെ ഈ ലഹരി മാഫിയ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ അവിടെ പഞ്ചായത്ത് തോറും ലഹരി മോചന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടത്തി ചികിത്സിക്കാൻ പറ്റാത്തവർ രാവിലെ മെഡിസിൻ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു പഞ്ചാബ് പോലുള്ള സംസ്ഥാനത്തെ തകർത്തവർ തന്നെയാണ് കേരളം പോലെ ബൗദ്ധികമായ ഔന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാസലഹരികൾക്ക് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കാനുള്ള യാതൊരുവിധ സംവിധാനവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ലഹരികൾക്കെതിരെ കൊട്ടിഘോഷിച്ച് പരിപാടികൾ നടത്തുമ്പോഴും ഇങ്ങനെ ആണ്ടുപോയവര് രോഗികളാണ്. ആ രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ വീണ്ടും ഇതിന്റെ ലഭ്യത കൂടിക്കൊണ്ടിരിക്കും. ആവശ്യക്കാരുള്ളത് കൊണ്ടാണല്ലോ വ്യാപകമായി ഇത് ഇവിടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ ചികിത്സിച്ച് സുഖപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. പല ജില്ലാ തലങ്ങളിലും ഉണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഒരു ചെറിയ ക്ലിനിക്ക് പോലെയൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ നേഴ്സുമാരോ ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് ഈ രാസലഹരികൾക്ക് അടിമപ്പെട്ട പുതിയ തലമുറയെ, സ്കൂൾ വിദ്യാർത്ഥികളെ ചികിത്സിക്കണം. ബോധവൽക്കരണം കൊണ്ടൊന്നും യാതൊരു ഫലവും ഇത്രക്കാരില്ല. കാരണം ഈ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളെ സംബന്ധിച്ച് അയാൾ രോഗിയായി കഴിഞ്ഞു. തുടക്കക്കാരനാണെങ്കിൽ ചിലപ്പോൾ കൗൺസിലിംഗ് ഉപയോഗപ്പെടുത്താതിരിക്കും. പക്ഷെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമായി കണ്ടുകൊണ്ട് അവരെ ചികിത്സിച്ച് പുനരധിവസിപ്പിക്കാനുള്ള മാർഗങ്ങൾ, ചികിത്സിച്ച് കഴിഞ്ഞാലും പിന്നീട് അതേ തലങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ കുറച്ചു കാലം മാറ്റിപ്പാർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള തലങ്ങൾ സർക്കാർ അടിയന്തരമായി കണ്ടെത്തിയില്ലെങ്കിൽ ഈ ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ലഹരി പദാർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത്ര ഭീമമായ തോതിൽ കേരളത്തിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആവശ്യക്കാരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് കേരളീയ മനസാക്ഷിയുടെ മുന്നിൽ തുറച്ചു നോക്കുന്ന ഒരു ചോദ്യമായി കാണേണ്ടിയിരിക്കുന്നു. ഇത്ര ഗുരുതരമായ സുവിശേഷം സമൂഹത്തിലുണ്ട്. കൊട്ടിഘോഷിച്ചിട്ടുള്ള ഒരു ചെറിയ തരത്തിലുള്ള ജാഥകളോ പ്രകടനങ്ങളെക്കാൾ ഉപരിയായി ശാസ്ത്രീയ സമീപനം ഈ കാര്യത്തിൽ വേണമെന്നാണ് എന്റെ അഭിപ്രായം. സാർ, സാർ സൂചിപ്പിച്ചതുപോലെ ആവശ്യക്കാർ ഏറെ ഉണ്ടാകാൻ ഒരു കാരണം, അതായത് ഇപ്പോൾ പഴയ തലമുറ, പുതിയ തലമുറ എന്നതിലുപരി എല്ലാ തലമുറയും കണ്ടുവരുന്നൊരു പ്രവണതയാണ്. സിനിമയിലാണെങ്കിലും നമുക്ക് ചുറ്റിലുമാണെങ്കിലും ഒക്കെ ഈ കഞ്ചാവിൻ്റെയും ലഹരി മരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗം വളരെ നിസ്സാരവൽക്കരിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ എലമെന്റ് എന്ന ഒരു തലത്തിലേക്ക് ഈ മദ്യപാനത്തെയും ഈ ലഹരി ഉപയോഗത്തെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടതായി തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏത് സിനിമ എടുത്താലും ലഹരിയുടെ ഉപയോഗമില്ലാത്തൊരു സിനിമയില്ല, വയലൻസ് ഇല്ലാത്തൊരു സിനിമയില്ല. അപ്പൊ ലഹരിയുടെ ഉപയോഗവും വയലൻസും ഒക്കെ ആളുകളെ ബോധപൂർവം സ്വാധീനിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ആളുകളും ലഹരി മാഫിയയിൽപ്പെട്ട ആളുകൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ, സംവിധാനം ചെയ്യുന്നതിലൊക്കെ അത്തരം എലമെന്റ് ചേർക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന സീനുകൾ ഉൾപ്പെടുത്തണമെങ്കിൽ അതിനും പണം കിട്ടുന്നുണ്ട്. മാത്രമല്ല
നമ്മുടെ അടുത്ത കാലത്ത് പിടികൂട്ടപ്പെട്ട സിനിമാ സംവിധായകരുണ്ട്. അവരൊക്കെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാ. ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്ന വേടൻ എന്നറിയപ്പെടുന്ന ആളാണെങ്കിലും ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച ആളാ. 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ഒത്തുകൂടുന്നത്. അപ്പൊ കഞ്ചാവിന്റെ ലഹരിയിൽ മതിമറന്ന് പാടുന്ന അദ്ദേഹം ഈ സമൂഹത്തിന് നൽകുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഗുരുതരമായ സംഗതിയാണ്. അത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു സംഗതിയല്ല. അപ്പൊ അത് തലമുറ എല്ലാം മറന്ന് ലഹരിയുടെ പുറകെ പോകുന്നതിന് സഹായകരമായ ചില സൂചകങ്ങൾ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെ ഇങ്ങനെ വെള്ളമടിച്ചും കഞ്ചാവടിച്ചും രാസലഹരി ഉപയോഗിച്ചുമുള്ള കൂതറ നൃത്തങ്ങളോ അല്ലെങ്കിൽ കൂതറ സംവിധാനങ്ങളൊന്നും തന്നെ ഒരിക്കലും അത് ഗുണകരമായി ഭവിക്കുകയില്ല. അത്തരം സിനിമകളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ സമൂഹത്തെ നേരായ വഴിക്ക് നയിക്കുന്നതുമല്ല. അവരൊക്കെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ഇത്തരം സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അപ്പൊ യുവതലമുറയാണെങ്കിലും അതിനെയൊക്കെ അത്തരത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അപ്പൊ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞ രോഗത്തിൽ നിന്ന് വിമുക്തി പേടാൻ പറ്റാത്തതുകൊണ്ട് ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എലിക്കണി പോലെയാണ്, നമ്മൾ ചെന്ന് പെട്ടാൽ അതിൽ നിന്ന് ഊരിപ്പോരുക അത്ര എളുപ്പമല്ല. എലി കെണിയിൽപ്പെട്ടാൽ എന്താ സ്ഥിതി? മരണമടയുക മാത്രമേ ഉള്ളൂ. അപ്രകാരമുള്ളൊരു സാമൂഹ്യ സാഹചര്യം ലോകത്തുണ്ട്, കേരളത്തിലുണ്ട് പ്രത്യേകിച്ചും. അതുകൊണ്ട് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, നാടകം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ പിന്നീട് ഈയാമ്പാറ്റകളെ പോലെ തന്നെ തകർന്ന് അടിഞ്ഞു പോയിട്ടുള്ളൂ. ലഹരി ഒന്നിനും പരിഹാരമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല, അതൊന്നും ഗുണകരമായി മാറിയിട്ടുമില്ല. അങ്ങനെ വന്ന ആളുകളൊക്കെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് പോകാതെ തുടക്കത്തിൽ തന്നെ മരണമടയുകയോ അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോവുകയോ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ഒരു നന്മയും ലഹരി പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യബോധം തലമുറയ്ക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു സമീപനം ഇപ്പൊ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ 2 ആഴ്ച അത്തരം ജീവിത നിപുണതകളെ കുറിച്ചും ലഹരിക്കെതിരായ ക്ലാസ്സുകളുമാണ് 2 ആഴ്ച എന്ന് കേൾക്കുന്നു. അതും ഗുണകരം തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനം ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളെ പുനരധിവസിക്കാനും ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ബോധവൽക്കരണവും റിസ്ക് റിഡക്ഷൻ കഴിയുമ്പോൾ സാധാരണഗതിയിൽ തന്നെ ഡിമാൻഡ് കുറയും. അപ്പൊ ഡിമാൻഡ് കുറയണമെങ്കിൽ അതിനു മുമ്പ് വേണ്ട 2 കാര്യമാണ് ഈ ബോധവൽക്കരണം എന്ന് പറയുന്ന ആ തലം. അത് ഡിമാൻഡിന്റെ തലത്തിൽ സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡിമാൻഡ് കുറയ്ക്കണമെങ്കിൽ ബോധവൽക്കരണം വേണം. സപ്ലൈ കുറയ്ക്കണമെങ്കിലാണ് ഡിമാൻഡ് കുറയ്ക്കുന്ന തലത്തിൽ ബോധവൽക്കരണവും ഒപ്പം തന്നെ റിസ്ക് റിഡക്ഷനും കുറയ്ക്കുമ്പോഴാണ് ഡിമാൻഡ് കുറയാത്തക്ക വിധത്തിൽ വരേണ്ടത്. അപ്പൊ ബോധവൽക്കരണ ശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചികിത്സ ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടിയിരിക്കുന്നു. ചിലരെ പുനരധിവസിപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ലഹരിയുടെ എല്ലാ തലങ്ങളെയും ആകാശമാർഗം, കടൽ മാർഗം, കരമാർഗം ഒക്കെ ഈ ലഹരി എത്തുന്നുണ്ട്. അപ്പൊ അത് കർശനമായ നിയന്ത്രണങ്ങൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തലമുറ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് കേരളം നേരിടുക. ഒരു പാഴ്ജന്മങ്ങളുടെ ഒരു തലമായിട്ട് കേരളം മാറാതിരിക്കാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പോലീസ്, എക്സൈസിനോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ തയ്യാറാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ് സർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും വലിയ തോതിലുള്ള കഞ്ചാവ് വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തൃശ്ശൂരിലാണ് 120 കിലോ കഞ്ചാവ് പിടികൂടിയതൊപ്പം വയനാട്ടിൽ 3.5 ടണ്ണോളം നിരോധിത പുകയിലയുടെ വൻ ശേഖരവും പിടികൂടിയിട്ടുണ്ട്.